പ്രവാസ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അതുപോലെ മാറി മാറി വരുന്ന നിയമങ്ങളും നേരത്തെ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. അടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാൻ മറക്കേണ്ട. നമസ്കാരം. ഒമാൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് 2025 ജൂൺ 29 ഞായർ. പ്രധാന വാർത്തകൾ. ദാഖിറ ഗവർണറേറ്റിലെ താമസ കെട്ടിടത്തിൽ തീപിടുത്തം. ഇബ്രി വിലായത്തിലാണ് വീടിന് തീപിടിച്ചത്. സംഭവത്തിൽ ആളപായമില്ലെന്ന് സിവിൽ ഡിഫൻസ് ആൻഡ് ആംബുലൻസ് അതോറിറ്റി അറിയിച്ചു. അഗ്നിശമന സേന രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. ബാത്തിന ഗവർണറേറ്റിലെ സുഹാർ വ്യാവസായിക മേഖലയിൽ കഴിഞ്ഞ ദിവസം തീപിടുത്തമുണ്ടായിരുന്നു. കമ്പനി ഫാക്ടറിയിലാണ് തീപിടുത്തമുണ്ടായത്. താഴ്ന്നു പറന്നിരുന്ന ഒമാൻ കേരള സെക്ടറുകളിലെ ടിക്കറ്റ് നിരക്ക് അപ്രതീക്ഷിതമായി ഉയർന്നത് പ്രവാസി മലയാളികൾക്ക് തിരിച്ചടിയായി. വിവിധ കേരള സെക്ടറുകളിലേക്ക് 40 റിയാലിന് വരെ കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിരുന്ന ടിക്കറ്റിന് നാളെയും മറ്റന്നാളും നിരക്ക് 100 റിയാലിന് മുകളിലാണ്. ഒരാഴ്ചയോളം ഉയർന്ന തുക തുടരുമെന്നാണ് വിമാന കമ്പനികളുടെ വെബ്സൈറ്റിൽ നിന്നും വ്യക്തമാക്കുന്നത്. UAEയിൽ കഴിഞ്ഞ ദിവസം വേനൽ അവധിക്കായി സ്കൂൾ അടച്ചതോടെ പ്രതിദിനം ആയിരക്കണക്കിന് പ്രവാസി കുടുംബങ്ങളാണ് നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നത്. 10 ഇരട്ടി വരെ ഉയർന്ന UAE കേരള സെക്ടറിലെ ടിക്കറ്റ് നിരക്കുകൾ കുടുംബങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ്. ഈ ഘട്ടത്തിൽ നിരവധി പേരാണ് ഒമാൻ വഴി യാത്രയ്ക്കായി തിരഞ്ഞെടുക്കുന്നത്. മസ്കത്തിൽ എത്തി ഇവിടെ നിന്നും നാട്ടിലേക്ക് പറക്കുന്നവർ വർദ്ധിച്ചതോടെയാണ് ഒമാൻ കേരള റൂട്ടിലും ടിക്കറ്റ് നിരക്ക് ഉയർന്നത്. എന്നാൽ UAEയിൽ നിന്നുള്ള നിരക്കിനെ അപേക്ഷിച്ച് ചെലവ് കുറവാണെന്നാണ് ഇവർ പറയുന്നത്. കണക്ഷൻ വിമാനങ്ങൾ ഉപയോഗിക്കുന്നവരും ഒമാനി സന്ദർശന വിസയിൽ എത്തി നാട്ടിൽ പോകുന്നവരും നിരവധി. ഒമാനിലെ പ്രധാന സ്വകാര്യ ബസ് ഓപ്പറേറ്റർമാരായ അൽ ഖഞ്ചരി UAEയിൽ നിന്നും സൗദിയിൽ നിന്നും ദോഫാറിലേക്ക് ഖരീഫ് കാല പ്രത്യേക സർവീസ് ആരംഭിക്കുന്നു. UAE നഗരങ്ങളായ ദുബൈ, അജ്മാൻ, സൗദി തലസ്ഥാനമായ റിയാദ് എന്നിവിടങ്ങളിൽ നിന്ന് സലാലയിലേക്ക് ബസ് സർവീസ് നടത്തുമെന്ന് കമ്പനി അധികൃതർ അറിയിച്ചു. 3 ഇടങ്ങളിൽ നിന്നും ജൂലൈ 5 മുതൽ സലാലയിലേക്ക് നേരിട്ട് സർവീസ് ആരംഭിക്കും. ദുബൈയിൽ നിന്ന് സലാലയിലേക്കും മടക്കയാത്രയ്ക്കുമായി 550 UAE ദിർഹമാണ് ഒരാൾക്ക് ചെലവ് വരിക. റിയാദിൽ നിന്ന് 600 സൗദി റിയാലാണ് ഇരുവശങ്ങളിലേക്കുമായുള്ള ടിക്കറ്റ് നിരക്ക്. ആദ്യഘട്ടത്തിൽ ദുബൈ, അജ്മാൻ, റിയാദ് സർവീസുകൾ ഞായർ, ചൊവ്വ, വ്യാഴം ദിവസങ്ങളിലായിരിക്കും. തുടർന്നുള്ള ആഴ്ചകളിൽ പ്രതിദിന സർവീസുകളായി ഉയർത്തുമെന്നും കമ്പനി അധികൃതർ പറഞ്ഞു. സുഹാറിലെ പ്ലാവിൻ തോട്ടത്തിൽ വിളവെടുപ്പ് കഴിഞ്ഞ ചക്ക വാങ്ങാൻ വൻ തിരക്ക്. മസ്കത്തിൽ നിന്നടക്കം ആളുകൾ ചക്ക വാങ്ങാനും ചക്കത്തോട്ടം കാണാനും ഇവിടെ എത്തി. നിരവധി വ്ളോഗർമാരും മറ്റും തോട്ടത്തിന്റെ വിശേഷങ്ങൾ കൂടി പങ്കുവച്ചതോടെ ചക്ക തേടി കിലോമീറ്റർ താണ്ടി കുടുംബങ്ങളടക്കം എത്തി. മുൻകൂട്ടി അറിയിച്ച പ്രകാരം വെള്ളിയും ശനിയും ഏർപ്പെടുത്തിയ വിൽപ്പനയാണ് പൊടിപൊടിച്ചത്. തോട്ടത്തിനരികിൽ ചക്ക വാങ്ങാനെത്തിയവരുടെ വാഹനങ്ങളുടെ വലിയ നിര കാണാമായിരുന്നു. തോട്ടം സ്വദേശിയുടേതാണെങ്കിലും ബംഗ്ലാദേശികളാണ് നടത്തിപ്പുകാർ. ചക്ക മാത്രമല്ല നിറയെ മാമ്പഴവും വിൽപ്പനയ്ക്കുണ്ട്. കൈരളി സലാലയുടെ 16ാമത് ജനറൽ സമ്മേളനം സീതാറാം യെച്ചൂരി നഗറിൽ നടന്നു. മലയാളം മിഷൻ സലാല ചാപ്റ്റർ ചെയർമാൻ AK പവിത്രൻ ഉദ്ഘാടനം ചെയ്തു. കൈരളി സലാലയുടെ 14 യൂണിറ്റുകളിൽ നിന്നും 127 സമ്മേളന പ്രതിനിധികൾ പങ്കെടുത്തു. ധാർമ്മികത വിരുദ്ധമായ പ്രവൃത്തികളിൽ ഏർപ്പെട്ടതിന് മസ്കത്തിൽ നിരവധി പ്രവാസികളെ ROP അറസ്റ്റ് ചെയ്തു. ഇന്ത്യ, ശ്രീലങ്ക, വിയറ്റ്നാം, മ്യാൻമാർ എന്നീ രാജ്യങ്ങളിലെ ഒരു കൂട്ടം സ്ത്രീകളെയും 2 പുരുഷന്മാരുമാണ് മസ്കത്ത് ഗവർണറേറ്റ് പോലീസ് കമാൻഡ് അറസ്റ്റ് ചെയ്തത്. മത്രാസീബ് വിലായത്തുകളിൽ നിന്നാണ് ഇവരെ പിടികൂടിയത്. പ്രതികൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്ന് റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഒമാൻ പ്രവാസി അസോസിയേഷൻ പ്രവാസികളുടെ ആരോഗ്യ സംരക്ഷണം മുൻനിർത്തി വിവിധ പ്രായക്കാർക്കായി രൂപീകരിക്കുന്ന സ്പോർട്സ് ടീമുകളുടെ ജേഴ്സി പ്രകാശനം രക്ഷാധികാരി രാജേഷ് കുമാർ, ട്രഷറർ ബിച്ചു അത്തിക്കയം എന്നിവർ ചേർന്ന് റാഷിദ് അനഫി എന്നിവർക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേനൽ മഴ തുടരുന്നു. ബുറൈമി, സുനൈനാഹ്, ഫഹൂദ്, സുഹാർ, ഇബ്രി വിലായത്തുകളിലെ പർവ്വതനിരകളിലും ഗ്രാമങ്ങളിലുമാണ് മഴ പെയ്തത്. ചിലയിടങ്ങളിൽ ശക്തമായ മഴ വർഷിച്ചു. ഇടിയോട് കൂടിയ മഴയ്ക്കും ആലിപ്പഴ വർഷത്തിനും കാറ്റിനും വാദികൾ നിറഞ്ഞൊഴുകാനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു. വരും ദിവസങ്ങളിലും ഭാഗികമായ മഴ തുടർന്നേക്കും. ദോഫാർ ഗവർണറേറ്റിലെ വിവിധ പ്രദേശങ്ങളിൽ മഴ ലഭിച്ചു. അതേസമയം മഴ ലഭിച്ചെങ്കിലും ചൂടിന് കുറവില്ല.
സ്വകാര്യ കാറിൽ അനധികൃതമായി വൻതോതിൽ മദ്യം കടത്തിയ പ്രവാസിയെ റോയൽ ഒമാൻ പോലീസ് അറസ്റ്റ് ചെയ്തു. വൻതോതിൽ മദ്യം അനധികൃതമായി കടത്തിയതിന് കൈവശം വെച്ചതിനും ഇബ്രിയിലെ ഫഹൂദ് പ്രദേശത്ത് വെച്ചാണ് പ്രവാസിയെ ഓയിൽ ആൻഡ് ഗ്യാസ് ഫെസിലിറ്റി സെക്യൂരിറ്റി പോലീസ് കമാൻഡ് പിടികൂടിയത്. പ്രതി ഇന്ത്യക്കാരനാണ്. ഇയാൾക്കെതിരെ നിയമ നടപടികൾ പൂർത്തിയായി വരികയാണെന്നും റോയൽ ഒമാൻ പോലീസ് അറിയിച്ചു. ഖരീഫ് കാലത്തിന്റെ ഭാഗമായി ധോഫാർ നഗരസഭ ഒരുക്കുന്ന ഖരീഫ് ഫെസ്റ്റിവലിന് തുടക്കം. ധോഫാറിലെ വിവിധ പ്രദേശങ്ങളിൽ പുതിയതും ആകർഷണീയവുമായ വിഭവങ്ങളാണ് ഇത്തവണ സന്ദർശകരെ കാത്തിരിക്കുന്നത്. സെപ്റ്റംബർ 20 വരെ തുടരുന്ന ഉത്സവത്തിൽ സമഗ്രമായ ഷോപ്പിംഗ് ഏരിയ, ഓപ്പൺ എയർ തിയേറ്റർ, ആധുനിക ഗെയിമിംഗ് ഏരിയ, നവീകരിച്ച ലൈറ്റിംഗ്, ലേസർ ഷോ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു ആഗോള ഇവന്റ് ഹബ്ബായിരിക്കും ഇത്തീൻ സ്ക്വയർ. വീണ്ടും യൂറോപ്യൻ ക്ലബ്ബിൽ പന്തു തട്ടാൻ ഒമാൻ ദേശീയ താരങ്ങൾ. സീബ ഫുട്ബോൾ ടീം ക്ലബ്ബിൽ കളിക്കുന്ന മധ്യനിര താരം അബ്ദുൾ റഹ്മാൻ അൽ മുഷൈഫരി, പ്രതിരോധ താരം ഖാലിദ് അൽ ബുറൈക്കി എന്നിവരാണ് ചെക്ക് റിപ്പബ്ലിക് സെക്കൻഡ് ഡിവിഷൻ ക്ലബ്ബായ SK ആർട്ടസ് ബെർണോയുമായി കരാറിലെത്തിയത്. 2025-26 സീസണിലാണ് താരങ്ങൾ ലോൺ അടിസ്ഥാനത്തിൽ ചെക്ക് ദേശീയ ലീഗിൽ കളിക്കുക. ഒമാന് വേണ്ടിയും സീബ് ക്ലബ് ടീമിനായും രണ്ട് താരങ്ങളും കഴിഞ്ഞ സീസണിൽ മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത്. നേരത്തെ ഒമാൻ ക്യാപ്റ്റനും ഗോൾ കീപ്പറുമായിരുന്ന അലി അൽ ഹബ്സി പ്രീമിയർ ലീഗ് ക്ലബ് വെസ്റ്റ് ബ്രോംവിച്ച് FCക്കായി ഗോൾ വല കാത്ത് ചരിത്രം സൃഷ്ടിച്ചിരുന്നു. ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും ഇവിടെ അവസാനിക്കുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം. നന്ദി, നമസ്കാരം.